നമസ്കാരം, സജു ഇതിരക്കാരനാണ്. പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാനിപ്പോൾ ഉള്ളത് നമ്മുടെ ആരനാടാണ്. ആരനാട് ജംഗ്ഷനിൽ വെറൈറ്റി എന്ന് പറഞ്ഞിട്ടൊരു അക്വേറിയം ഉണ്ട്. അപ്പോൾ ആ അക്വേറിയത്തിൽ കുറച്ച് വിശേഷങ്ങളാണ് നിങ്ങളുമായിട്ടൊന്ന് പങ്കുവയ്ക്കാൻ പോകുന്നത്. അപ്പോൾ നേരെ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. അത് നമുക്ക് ഈ കുറച്ച് കിളികളെ പരിചയപ്പെടാം. അപ്പോൾ കിളികൾ നമ്മുടെ ഇത് ഏതാണ് ഈ കിളിയാണ്? ഇത് ആഫ്രിക്കൻ ലവ് ബേർഡാണ്. ആഫ്രിക്കൻ ലവ് ബേർഡ് അല്ലേ? ഓക്കെ, അടുത്തത് നമുക്ക് നോക്കാം. ഇത് ജാവ ഇനത്തിൽപ്പെട്ടതാണ്. വൈറ്റ് ഉണ്ട്. ഇതൊക്കെ നമ്മുടെ സ്വദേശികളാണ്. അതെ, ഇതൊക്കെ നമ്മുടെ വീട്ടിലെ ബ്രീഡാണ്. ഇവിടുത്തെ ബ്രീഡാണ്. ഇതിന്റെ പേരെന്താണ്? ലവ് ബേർഡ്. ലവ് ബേർഡ്. ഇത് നമ്മള് വീട്ടിലില്ല, പുറത്തുനിന്ന് എടുക്കണം. ഒരുപാട് കളറുകളെല്ലാം ഉണ്ടല്ലേ? ഇത് കിട്ടാനില്ല ഇപ്പൊ, വളരെ കുറവാണ്. കുരുവി ഐറ്റത്തിലുള്ളതാണ്, വളരെ കുറവാണ് ഇപ്പൊ. കുറവാണ്. ഓ, ഇതിന്റെ കുരുവി ഇനത്തിൽപ്പെട്ടതാണ് അല്ലേ? കിടക്കുന്നത് ഏതാണ്? ചെറിയ അത് പിഞ്ചസ് ആണ്. അത് കോക്ടെയിൽ. ഓ, ഇതെല്ലാം ഈ ഒരേ നിറമാണല്ലേ? പല ഐറ്റത്തിലും വരും. നമ്മുടെ അടുത്ത് ഇപ്പൊ ഇത് മാത്രമേ ഉള്ളൂ. ഇത് മാത്രമേ ഉള്ളൂ. കൊനൂർ. എല്ലാ സൈഡ് കൊനൂർ എന്ന് പറയും. ഇത് ജെൻഡാ കൊനൂർ എന്ന് പറയും. ഇതൊക്കെ വരുത്തരാണ്. ഇതെല്ലാം നമ്മളെ വീട്ടിലുള്ള സാധനം വീടാണ്. ഇത് നാടൻ കോഴിക്കുഞ്ഞ്. ഇത് നമ്മളെ വീട്ടിലുള്ളതാണ്. ഇതിന്റെ അടിയിൽ കോഴിയുണ്ട്, മുയലുണ്ട്. ഇതിന്റെ പേരെന്താണ്? ഇതിന്റെ സൺ കൊനൂർ. ഇതൊക്കെ അത് ആഫ്രിക്കൻ ലവ് ബേർഡാണ്. ആഫ്രിക്കൻ ലവ് ബേർഡ് അല്ലേ? അത് 3 വെറൈറ്റി കിടപ്പുണ്ട്. അതില് 60. ഒരുപാട് തെളിയാനുണ്ട്. കുഞ്ഞാണ്, ഒരുപാട് തെളിയാനുണ്ട്. പൈസേ ഇത് ഏതാണ്? ഇത് യെല്ലോ സൈഡ് കൊനൂറും ഇന്ത്യൻ പൈനാപ്പിൾ കൊനൂറും ഉണ്ട്. ആ ഒരു മുകളിലോട്ട് ഇരിക്കുന്നതൊക്കെ പൈനാപ്പിൾ കൊനൂറാണ്. 2 ഐറ്റം കൊനൂർ. നാടൻ കോഴിക്കുഞ്ഞല്ലേ? ഓ, നാടൻ കോഴിക്കുഞ്ഞ്. എല്ലാം കറുത്ത കളർ. ഇത് അട വെച്ച് വിരിച്ചതാണ്. കാറ്റാണ്, പേർഷ്യൻ കാറ്റ്. മെയിലാണ്. അത് അത്യാവശ്യം വലിപ്പമൊക്കെ ഉള്ളതാണ്. ഇതിന്റെ പേര് പിഞ്ചസ് ആണ്. ഇതിങ്ങനെ ഒരേ നിറവേ വരത്തുള്ളൂ. 10 പ്രാവാണ്. അത് പേർഷ്യൻ കാറ്റാണ്. അത് മെയിലാണ്. നമ്മുടെ വീടിനൊക്കെ വെക്കാൻ ആവശ്യമായിട്ടുള്ള നല്ല റോസാ ചെടികളും അതുപോലെ മറ്റ് പൂച്ചെടികളും ഒക്കെ ഇവിടെ ഉണ്ട്. അതെ, ഇനി നമുക്ക് കുറച്ച് ചെടികളുടെ വളങ്ങളൊക്കെ ഇവിടെ ഒരുപാട് വളങ്ങൾ വെച്ചിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ നമുക്കൊന്ന് പരിചയപ്പെടാം. ഇതൊക്കെ നമ്മുടെ ഇതൊക്കെ പൂക്കുന്ന ഇതിലിടാന്നുള്ളത് തന്നെ. ഇത് ഏതായിട്ടാണ്? അത് DIP എന്ന് പറഞ്ഞൊരു വളമാണ്. കൂടുതൽ പൂക്കുകയും കായ്ഫലങ്ങൾ കൂടുതൽ കിട്ടുകയും ചെയ്യുന്ന വളമാണ്. ഇത് ജൈവവളം. പച്ചക്കറികൾക്ക്, കൃഷികൾക്ക് ഇടുന്ന വളമാണ്. കൊക്കോപിറ്റ്, അതായത് ചകിരിച്ചോറ്. നമ്മളെ മണ്ണിളക്കം കിട്ടാൻ വേണ്ടിയിട്ടുള്ള ഒരു മുട്ടായി പോലെ ഇരിക്കുന്നത്. അത് ചെടിയുടെ പുറത്തിടുന്ന ഒരൊറ്റ കല്ലാണ്. അതെങ്ങനെ ഭംഗിക്ക് വേണ്ടി ഇടുന്നത്? നമ്മൾ അക്വേറിയം ടാങ്കുകളിൽ ഇടാൻ വേണ്ടിയിട്ടുള്ള ഒരുപാട് ഇതിന്റെ കല്ലുകൾ ഡിസൈനുള്ള. ഇത് നമ്മളിവിടെ ഈ അനിമൽസിനൊക്കെ ഫുഡ് കൊടുക്കാനായിട്ടുള്ള ഒരു ഒട്ടുമുക്കാലും വെറൈറ്റി ഫുഡുകൾ കംപ്ലീറ്റും ഇവിടെ ഉണ്ട്. എല്ലാ ഫുഡുകളും നമുക്ക് ഇവിടുന്ന് ലഭ്യമാണ്. ഇത് ഏതായിട്ടാണ്? ഇത് ഹാൻഡ് ഫീഡ് കുഞ്ഞുങ്ങളാണ്. സൺ കൊനൂറിന്റെ ഹാൻഡ് ഫീഡ്, യെല്ലോ സൈഡ്. യവമാര് കില്ലാടികളാണെന്ന് തോന്നുന്നു. ഒട്ടും മോശമല്ല. രണ്ടും കൂടെ ഭയങ്കര ആടി. ഇതൊക്കെ വിവിധ നിറത്തിലുള്ള അലങ്കാര മത്സ്യങ്ങളാണ് നമ്മൾ ഈ കാണുന്നതൊക്കെ. ഫുഡുകൾ ഏതൊക്കെ ഐറ്റംസ് ആണുള്ളത്? നമുക്ക് പലതരത്തിലുള്ള ഫുഡുകളുണ്ട്. മെയിനായിട്ട് റോയൽ കാനിന്റെ ഫുഡാണ് ഉള്ളത്. നല്ല ക്വാളിറ്റി ഉള്ള ഫുഡ്. റോയൽ കാനിന്റെ എന്ന് പറഞ്ഞാൽ ഫുഡിലെ ഏറ്റവും നല്ല ഫുഡാണ് റോയൽ കാൻ. നമ്മളെ പൂച്ചകൾക്കായാലും പട്ടികൾക്കായാലും നല്ല ക്വാളിറ്റിയോടെ നിൽക്കാനായിട്ട് കൊടുക്കുന്നതാണ് റോയൽ കാൻ. പട്ടിക്കാണെങ്കിൽ പെഡിഗ്രിയിലുണ്ട്. അങ്ങനെ പലതരത്തിലുള്ള ഫുഡുകളുണ്ട്. ഇത് പറഞ്ഞൊക്കെ ഹിമാലയയുടെ ഒക്കെ ഡോഗ്സിനും കാറ്റിനും പറഞ്ഞ ഷാമ്പൂ പൗഡറൊക്കെ ആണ്. ഇത് വന്നിട്ട് ഷാമ്പൂ. ഈ ഹിമാലയത്തിന്റെ മാത്രമല്ല പല ഇതിന്റെ പ്രോഡക്റ്റും ഉണ്ട്. സിൽക്കിയുടെ ഡോഗ് ആൻഡ് കാറ്റ് ഷാമ്പൂ ഉണ്ട്, എക്കോ പെറ്റിന്റെ ഉണ്ട്. ഇതൊക്കെ നല്ലത് തന്നെയാണ് ഷാമ്പൂ. പിന്നെ സിൽക്കിയുടെ സാമ്പിൾ ആയിട്ട് വരണമുണ്ട്. പിന്നെ ഇതിനെ നമുക്ക് നല്ല സോപ്പുണ്ട്. ഇനി ചില ഡോഗ്സിനൊക്കെ ചില സോപ്പുകളൊന്നും പറ്റത്തില്ല. അപ്പം ഹെർബൽ ഡോഗ് സോപ്പ് എന്ന് പറഞ്ഞാൽ ഹോം മെയ്ഡ് ആയിട്ടുള്ള സോപ്പ്. പെറ്റ് ഫ്രഷ് എന്ന് പറഞ്ഞിട്ട് ഹണിയുടെ ഡോഗിന്റെ ഒരു അലോവേറ ഒരു സോപ്പ് വരുന്നുണ്ട്. കാറ്റിന്റെ ആണ്. കാറ്റ്സിന് മാത്രമുള്ള ഒരു ഓയിലാണ്. പെറ്റ് സ്കിൻ ഹെയർ ഓയിൽ എന്ന് പറഞ്ഞാൽ മാസ്കിന്റെ ഒരു ഓയിലാണ്. ഇതിന്റെ ഒക്കെ ഫുഡാണ്. ഇത് പറഞ്ഞാൽ
മറ്റേ അക്വ പീറ്റ്സിൻ്റെ മൈക്രോ വേഫേഴ്സ് എന്ന് പറയുന്ന ഒരു ഫിഷിൻ്റെ ഫുഡാണ്. അത്യാവശ്യം നല്ല സെയിലൊക്കെ ഉള്ള നല്ല ക്വാളിറ്റി ഫുഡാണ്. ഫിഷിനൊക്കെ നല്ല ക്വാളിറ്റി കൊടുക്കും. ഇതിൻ്റെ ഗപ്പി ബുഷ് എന്ന് പറഞ്ഞിട്ടൊരു ഫുഡുണ്ട് ഗപ്പീസിൻ്റെ, അതും നല്ല ഒരു സെയിലുള്ള മൈക്രോ വേഫേഴ്സിൻ്റെ വേറൊരു ഗപ്പി ഫുഡുണ്ട്. ഇതെല്ലാം അക്വയുടെ തന്നെ പ്രോഡക്റ്റാണ്, അടിപൊളി പ്രോഡക്റ്റാണ് ഫുഡൊക്കെ. ഓസ്കാറിനും ഫൈറ്റേഴ്സിനൊക്കെ കൊടുക്കുന്ന വേംസ് ഉണ്ട്, നമ്മൾ വേംസ് വരുന്നുണ്ട്, ബോട്ടിലിൽ വരുന്നുണ്ട്. അതിന് മാത്രമല്ല നമ്മൾ ഈ കിളികൾക്ക് കൊഞ്ഞൂറിനൊക്കെ നമുക്കിത് കൊടുക്കാൻ പറ്റും. കാരണം കൊടുക്കുന്ന വേറൊരു മാക്സ് പ്രോ ആണ്, ഫിഷ് ഫുഡാണ്. ബീസ്റ്റ് ഫിഷ് ഫുഡ് എന്ന് പറയുന്നത് ഫാസ്റ്റ് ഗ്രോത്തിൻ്റെ നല്ല പെട്ടെന്ന് ഗ്രോ ആവുന്ന ഒരു ഫുഡാണ്. ഓസ്കാറിനൊക്കെ കൊടുത്താൽ പെട്ടെന്ന് തന്നെ ഇത് റോയൽ ഫുഡാണ് ഓസ്കാറിന് കൊടുക്കുന്നത്. അതെ അതെ, നല്ല ക്വാളിറ്റി ആയിട്ട് കിട്ടും നമുക്ക്. നമ്മൾ എന്തായാലും നമ്മൾ ഇഷ്ടപ്പെട്ടായിരിക്കുമല്ലോ വളർത്തുന്നത്, അപ്പോൾ അതിന് നല്ല ക്വാളിറ്റി ആയിട്ട് കൊടുക്കാനായിട്ട് പറ്റുന്ന ഫുഡൊക്കെ. ടാങ്കുകളൊക്കെ എങ്ങനെയാണത്? ടാങ്കുകളൊക്കെ ഇതിൽ തന്നെ ഓക്സിജനും ഫിൽറ്ററും കാര്യങ്ങളൊക്കെ വാങ്ങുന്നത് നല്ലൊരു ടാങ്കാണ്. ഇത് എക്സ്ട്രാ വേറെ ഒന്നും വേണ്ട, ഇതിന് ഈ ഒരു ടാങ്കിന് ഇത് മാത്രം മതി. ഇവിടെ എല്ലാത്തരം ഫുഡുകളും ഇവിടെ നിന്ന് ലഭ്യമാണ്. ഒരുപാട് കമ്പനികൾ, വെറൈറ്റി കമ്പനികളുടെ ഫുഡുകളെല്ലാം ഇരിപ്പുണ്ട് എല്ലാം. അപ്പോൾ ഇതെല്ലാം നമ്മളിങ്ങനെ ലൂസായിട്ട് പാക്കറ്റ് പൊട്ടിച്ച് ലൂസായിട്ട് തൂക്കി കൊടുക്കും. ബെൽറ്റുകളാണ്, വിവിധ തരം ബെൽറ്റുകൾ, പല ക്വാളിറ്റിയിലും ക്വാണ്ടിറ്റിയിലുള്ള ബെൽറ്റുകളെല്ലാം ഇവിടെ അവൈലബിൾ ആണ്. ആരനാട് ജംഗ്ഷനിലാണ് വെറൈറ്റി അക്വേറിയം ഷോപ്പ് ഉള്ളത്. അപ്പോൾ ഇതിൻ്റെ കോൺടാക്ട് നമ്പർ സ്ക്രീനിൽ കൊടുക്കാം.